കോടതി ഓർഡർ മറികടന്ന് എന്തും നടത്താൻ ഉള്ള ധൈര്യം അവർക്ക് മുകളിൽ നിന്ന് നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത്. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ശമ്പളം ലഭിച്ചില്ല. കൊല്ലം ആയൂരിലെ മൃഗാശുപത്രിക്ക് മുന്നിൽ മൃഗാശുപത്രി ജീവനക്കാർ പ്രതിഷേധം നടത്തി. സീനിയർ വെറ്റിനറി സർജൻമാരെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് സ്ഥലം മാറിയ SVS-മാർക്ക് സ്പാർക്ക് വഴി ചാർജ് കൈമാറാൻ സാധിക്കാത്തത് മൂലം പ്രസ്തുത ഓഫീസുകളിലെ കീഴ് ജീവനക്കാർക്ക് 2024 ജൂലൈ മാസത്തിലെ ശമ്പളം 10-ാം തീയതിയായിട്ട് മാറി നൽകിയിട്ടില്ല. ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവനക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇടമുളയ്ക്കൽ, അഞ്ചൽ, ചണ്ണപ്പേട്ട, കൊട്ടിയം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ പ്രസ്തുത സാഹചര്യം ഗുരുതരമായി സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ അവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നും ജീവനക്കാർക്ക് അടിയന്തരമായി ശമ്പളം മാറി നൽകണമെന്നും ആവശ്യപ്പെട്ട് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആയൂർ മൃഗാശുപത്രിക്ക് മുന്നിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു. കാഷ്വൽ പാർട്ട് ടൈം സ്വീപ്പർ വെറും 8000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. ആ 8000 രൂപ ഒരു മാസത്തേക്ക് തടസ്സപ്പെട്ടാൽ ആ വീടിന്റെ ഭൗതിക സാഹചര്യം എന്തായിരിക്കും? ഈ 8000 രൂപയ്ക്ക് വേണ്ടി ഒരു പാർട്ട് ടൈം സ്വീപ്പർ ജോലിക്ക് വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടായിരിക്കും അത്രയും തുച്ഛമായ തുകയ്ക്ക് വേണ്ടി ഇവർ ഈ ഓഫീസ് തൂത്തുവാരാനും വൃത്തിയാക്കാനും വേണ്ടി വരുന്നത്. അതും തടയപ്പെടുന്ന അവസ്ഥ. മറ്റു ജീവനക്കാർ, പിന്നെ അറ്റൻഡർമാർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം. അല്ലാതെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇവരുടെ മൊത്തം വികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സൂചനാ സമരമായി മുന്നോട്ട് പോകുന്നത്. മറ്റൊന്നുള്ളത്, ഈ ജീവനക്കാരുടെ ഇത്തരം ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇംപ്ലിമെന്റ് ഓഫീസർമാർ, നമ്മുടെ മേലധികാരികളാണ്. അവർക്ക് തീർച്ചയായും 30 ദിവസം ജോലി ചെയ്ത ഉദ്യോഗസ്ഥന് ഏത് വിധേനയും ശമ്പളം മാറിക്കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയ്ക്കെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഇത്തരം ആൾക്കാർ സ്വീകരിക്കുന്നത്. അതിന് ഒത്താശ നൽകുന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റും ആ കാര്യത്തിൽ ഒരു നിസ്സാരമായ രീതിയിൽ അവലംബിച്ചിട്ടുള്ളത്. നടന്നുകൊണ്ടിരിക്കുന്ന കുളമ്പ് രോഗ ലംബി വാക്സിനേഷൻ കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്ത് റിപ്പോർട്ട് മുകളിലേക്ക് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം കൂടി ഈ അവസരത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. 30 ദിവസം ജോലി ചെയ്യുന്ന ഏത് ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാനുള്ള അല്ലെങ്കിൽ നൽകാനുള്ള ബാധ്യത ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഡിപ്പാർട്ട്മെന്റ് കോടതിയെ ധിക്കരിച്ച് ഇറക്കിയ ഈ ട്രാൻസ്ഫർ ഇറക്കാം, പ്രൊമോഷനുള്ള ട്രാൻസ്ഫർ ഇറക്കാം, ഓപ്പൺ വേക്കൻസിയിലേക്ക് കൊടുക്കാം. പക്ഷേ ഇത് ചെയ്തത് നമ്മൾ പറയുകയാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തവരെ വരെ, വിദേശത്ത് പോയവർ വരെ പറന്നെത്തി ജോയിൻ ചെയ്ത സംഭവം വരെ പല ജില്ലകളിലും ഉണ്ട്. എന്ന് വെച്ചാൽ കോടതി ഓർഡർ മറികടന്ന് എന്തും നടത്താൻ ഉള്ള ധൈര്യം അവർക്ക് മുകളിൽ നിന്ന് നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത്. ഇതിനു മുമ്പ് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഒക്കെ തന്നെ നടന്ന സെക്കൻഡ് ഗ്രേഡ് LA-മാരുടെ ട്രാൻസ്ഫർ, അത് ഒരു മരുന്ന് എന്നുള്ള രീതിയിലാണ് ആദ്യമേ പത്തനംതിട്ടയിൽ ഇറക്കിയത്. ഇതൊന്ന് നടത്തി കിട്ടിയാൽ ബാക്കി മുഴുവൻ ഓഫ്ലൈനിൽ നടത്താം എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെ തുടക്കമിട്ടത്. എന്നാൽ ഇത് സംഘടന ശക്തമായിട്ട് ഇടപെടുകയും പത്തനംതിട്ടയിലും തൃശ്ശൂരുമുള്ള ട്രാൻസ്ഫറുകൾ തടയാനും LI അസോസിയേഷന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. KLI ബുള്ളറ്റിൻ ചീഫ് എഡിറ്റർ നവീൻ മഞ്ഞിപ്പുഴ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി സജികുമാർ ജീവനക്കാർക്ക് വേണ്ടി ധർണാ സമരത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന ട്രഷറർ K രമേശ്, H നിസാം, നജീബ്, ജെയ്സൺ, അനിൽകുമാർ, നൌഫൽ ഖാൻ, രഘുനാഥപിള്ള, വിനോദ്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ജില്ലാ സെക്രട്ടറി സാബു നന്ദി പ്രകാശിപ്പിച്ചു. 15/8/2024 ശമ്പളം മാറി നൽകിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന് ആയതിന് KLA സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുമെന്നും അറിയിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ.